ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് ലെസ് ആൻഡ് മോർ, അതായത് ഇപ്പോൾ പേഴ്സൻറ്റേജ് കൂടുകയാണ് അല്ലെങ്കിൽ പേഴ്സൻറ്റേജ് കുറയുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അത് എളുപ്പത്തിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് നമുക്കൊന്ന് പഠിക്കാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ ഒരു ബൈക്ക്, ഈ ബൈക്കിന് ഇപ്പോൾ ഒരു 85,000 രൂപ വിലയുണ്ട്. 85,000 രൂപയുടെ ഒരു ബൈക്ക്. ഇനി ഈ ബൈക്ക് ഉണ്ടാക്കുന്ന കമ്പനി അടുത്ത വർഷം ഒരു 10% വില കൂടും എന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അതായത് ഇപ്പോൾ 85,000 രൂപയ്ക്ക് ഈ വർഷം കിട്ടുന്ന ബൈക്ക് അടുത്ത വർഷം അതിൻ്റെ വില കൂട്ടും. അത് എത്ര ശതമാനം? ഒരു 10% വില കൂട്ടും എന്ന് കമ്പനി പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. മനസ്സിലായില്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത വർഷം ഈ ബൈക്കിൻ്റെ വില എത്രയാകും? അപ്പോൾ അത് നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാലോ. എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? അതായത് 85,000ൻ്റെ 10% കൂടുക അല്ലേ? അതായത് അപ്പോൾ എത്ര പൈസ കൂടും? നമുക്കറിയാം 85,000 അതിൻ്റെ 10% കൂടും അല്ലേ? ഇൻറ്റു 10/100. അപ്പോൾ എത്ര വരും? ക്യാൻസൽ ചെയ്തു, ഇതും ക്യാൻസൽ ചെയ്തു, ബാക്കി 8,500 രൂപ അല്ലേ? അപ്പോൾ 8,500 രൂപ കൂടും ഇതിൻ്റെ കൂടെ അല്ലേ അടുത്ത വർഷം ആകുമ്പോൾ. അതായത് അടുത്ത വർഷം എത്രയായിരിക്കും വില വരാം? അതിൻ്റെ കൂടെ ഒരു 8,500 രൂപ കൂടും അല്ലേ? അതായത് 0.0539. അപ്പോൾ അടുത്ത വർഷത്തെ വില എത്രയായിരിക്കും? ബൈക്കിൻ്റെ വില 93,500 രൂപയായിരിക്കും അല്ലേ? അപ്പോൾ ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം. ഇനി ഇതല്ലാതെ വേറെ രൂപത്തിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അതായത് ബൈക്കിൻ്റെ ഇപ്പോഴത്തെ വില, ഒറിജിനൽ വില അല്ലേ, എത്ര രൂപയാണ്? 85,000 രൂപയാണ് ഇപ്പോഴത്തെ വില. ഇനി അടുത്ത വർഷം എന്താവും? 10% വില കൂടും അല്ലേ? ഈ 10% വില വർദ്ധിക്കും. അതായത് ഇപ്പോൾ ഈ ബൈക്കിൻ്റെ വില എത്രയാണ്? 85,000 രൂപ അല്ലേ? അതായത് ഇപ്പോൾ ഇതിൻ്റെ കറണ്ട് പ്രൈസ് എത്രയാണ്? 100% അല്ലേ? അതിൽ കുറവും കൂടുതലൊന്നുമില്ല. ഇതിൻ്റെ ഇപ്പോഴത്തെ വില നമുക്ക് 100% പറയാം അല്ലേ? ഇത് കുറവും കൂടുതലൊന്നുമില്ലല്ലോ. അപ്പോൾ 100%. ഇനി അതിൻ്റെ കൂടെ എത്ര ശതമാനം കൂടും? 10%. അപ്പോൾ 100%ൻ്റെ കൂടെ 10% വില കൂടും. അപ്പോൾ അടുത്ത വർഷം എത്രയായിരിക്കും വില? 110%. എന്തിൻ്റെ 110%? ഇപ്പോഴത്തെ വില എത്രയാണോ അതിൻ്റെ 110% അടുത്ത വർഷത്തെ വില. അതായത് ഇപ്പോൾ ബൈക്കിന് 85,000 രൂപയുണ്ട്, അതിൻ്റെ 110% അടുത്ത വർഷത്തെ വില. അപ്പോൾ നമുക്ക് എങ്ങനെ കാണാം? എത്രയായിരിക്കും നമുക്ക് അടുത്ത വർഷത്തെ വില? 85,000 അതാണ് ഇപ്പോഴത്തെ വില, അതിൻ്റെ 110% അല്ലേ? 110/100. 0 ക്യാൻസൽ ചെയ്തു, 0 ക്യാൻസൽ ചെയ്തു. അപ്പോൾ എത്ര വന്നു? 8,500 ഇൻറ്റു 11. ഒന്ന് ഗുണിച്ചിട്ട് നോക്കി എത്ര കിട്ടുമെന്ന് നോക്കിയാൽ നമുക്ക് 93,500 തന്നെ കിട്ടും. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നേക്കാൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം അല്ലേ? അപ്പോൾ ഇപ്പോഴത്തെ ബൈക്കിൻ്റെ വിലയുടെ 110% ഇനി അടുത്ത വർഷത്തെ വില. ഇനി 10% കുറയുകയാണെന്ന് വിചാരിക്കുക, അടുത്ത വർഷം 10% വില കുറയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തെ വില 100% അല്ലേ? അതിൽ നിന്ന് 10% കുറയും. അപ്പോൾ എത്ര ശതമാനമായിരിക്കും വില? ഇപ്പോഴത്തെ വിലയുടെ 90% വില വരെ അല്ലേ? അപ്പോൾ ഇപ്പോഴത്തെ വില 85,000 അതിൻ്റെ ഇൻറ്റു 90/100. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അടുത്ത വർഷത്തെ വില കിട്ടും. അപ്പോൾ ഇതേ രൂപത്തിലാണ് നാം കുറച്ചും കൂട്ടിയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ 10% വില എത്രയാണ് അത് കണ്ട് ഇതിൻ്റെ കൂടെ കൂട്ടേണ്ട കാര്യമില്ല. നമുക്ക് ഡയറക്റ്റ് തന്നെ ഇങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 187 കുറച്ച് ചോദ്യങ്ങളുണ്ട്, അതൊന്ന് ചെയ്ത് നോക്കാം. എ ബൈസിക്കിൾ ഒറിജിനലി പ്രൈസ്ഡ് അറ്റ് 4,000 rupees ഈസ് നൗ സോൾഡ് ഫോർ 15% ലെസ്. വാട്ട് ഈസ് ദി കറന്റ് പ്രൈസ്? എന്താണ് പറഞ്ഞത്? ഒരു സൈക്കിളിന് ഇപ്പോഴത്തെ വില എത്രയാണ്? 4,000 രൂപ വിലയുണ്ട്, അത് 15% ലെസ്സിന് കുറവായിട്ട് കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അതിന് എത്ര വിലയുണ്ട് അല്ലേ? അപ്പോൾ 4,000 രൂപ വിലയുള്ള സൈക്കിള് 15% വിലക്കുറവിൽ കൊടുക്കുന്നു. അതിൻ്റെ വില എത്ര? അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാം അല്ലേ? അപ്പോൾ ഇപ്പോഴത്തെ വില എത്രയാണ്? ഒറിജിനൽ പ്രൈസ് 4,000 രൂപ. ഇനി ഇപ്പോഴത്തെ വില എന്തായിരിക്കും? കറന്റ് പ്രൈസ്
ഇപ്പോഴത്തെ വില എത്രയായിരിക്കും? നിങ്ങൾ നോക്കിയാൽ ഇതിൻ്റെ അല്ലേ എന്താ പറഞ്ഞിട്ടുള്ളത്, 15% കുറയും, വില കുറയും അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഇപ്പോഴത്തെ വില എത്രയാണ്? 4000 രൂപ. അതായത് ഇപ്പോഴത്തെ വില എന്ന് പറഞ്ഞാൽ 100% അല്ലേ. ഇപ്പോൾ വില 4000 എന്ന് പറഞ്ഞാൽ 100% തന്നെ, വില കൂടുതലോ കുറവൊന്നുമില്ല, 100% തന്നെ. അതിൽ നിന്ന് എത്ര കുറയും? -15% അല്ലേ, 15% വില കുറയും. അപ്പോൾ എത്ര കിട്ടും നമുക്ക്? 100-ൽ നിന്ന് 15 പോയി കഴിഞ്ഞാൽ 85% അല്ലേ. അപ്പോൾ 85% കറൻറ്റ് പ്രൈസ്, ഇപ്പോഴത്തെ വില. ഏതിൻ്റെ 85%? ഒറിജിനൽ പ്രൈസ്, അതായത് പഴയ വില, ഒറിജിനൽ വില എത്രയാണോ അതിൻ്റെ 85% പുതിയ വില. അതായത് 85% ഓഫ് ഒറിജിനൽ പ്രൈസ്. അതായത് ഈ സൈക്കിളിൻ്റെ പഴയ വിലയുടെ ഒറിജിനൽ പ്രൈസിൻ്റെ 85% പുതിയ വില. ഇനി നമുക്ക് എളുപ്പം കണ്ടുകൂടെ? എന്താണ് ഈ 40,000 ഒറിജിനൽ പ്രൈസിൻ്റെ 85% അല്ലേ. ഒറിജിനൽ പ്രൈസ് എത്രയാണ്? 4000 രൂപ. അതിൻ്റെ 85%, 85/100. 2 ക്യാൻസൽ ചെയ്ത് ബാക്കി എത്ര വരും? 40 × 85 അല്ലേ. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം? 85-നെ 4 കൊണ്ട് ഗുണിക്കുക അല്ലേ. അതിനുശേഷം ഒരു 0 ചേർത്ത് കൊടുത്താൽ മതി അല്ലേ. അപ്പോൾ 4 ബാക്കി 2, 4 8 32 34. അപ്പോൾ നമുക്ക് 340 കിട്ടി. ഇനി ഇവിടെ ഒരു 0 കൂടി ഉണ്ട്. അപ്പോൾ 3400. അപ്പോൾ സൈക്കിളിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് എത്ര ആയിരിക്കും? 3400 രൂപ. എന്നാണ് രണ്ടാമത്തെ ചോദ്യം. ദി മന്ത്ലി സാലറി ഓഫ് എ പേഴ്സൺ വാസ് 30,000 rupees ലാസ്റ്റ് ഇയർ. ദിസ് ഇയർ ഹി ഗോട്ട് ആൻ 80% റൈസ്. വാട്ട് ഈസ് ഹിസ് മന്ത്ലി സാലറി? അതായത് 30,000 രൂപ ശമ്പളമുള്ള ഒരാൾ, കഴിഞ്ഞ വർഷം 30,000 രൂപയായിരുന്നു അദ്ദേഹത്തിൻ്റെ മാസ ശമ്പളം അല്ലേ. അതിപ്പോൾ എന്തായി? ദിസ് ഇയർ, ഈ കൊല്ലം, ഹി ഗോട്ടൻ 8% വർദ്ധിച്ചു. അപ്പോൾ 30,000 രൂപയുണ്ടായിരുന്ന വരുമാനം, സാലറി 8% വർദ്ധിച്ചു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തിന് മാസ സാലറി എത്ര രൂപ കിട്ടുന്നുണ്ടായിരിക്കും? അപ്പോൾ അദ്ദേഹത്തിന് മാസ വരുമാനം എത്ര രൂപയായിരുന്നു? മന്ത്ലി സാലറി 30,000 രൂപ അല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം മന്ത്ലി സാലറി. അതായത് മാസ വരുമാനം എത്ര രൂപയായിരുന്നു? 30,000 രൂപ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി എന്താണ്? 8% ഈ സാലറി വർദ്ധിക്കുന്നു അല്ലേ. അപ്പോൾ ഇപ്പോഴത്തെ സാലറി എത്രയാണ്? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? കറൻറ്റ്, ഇപ്പോഴത്തെ സാലറി, കറൻറ്റ് മന്ത്ലി സാലറി. അതായത് ഇപ്പോഴത്തെ മാസ വരുമാനം എത്ര രൂപ കിട്ടും? ഇതിൻ്റെ 8% വർധനവ് അല്ലേ. അതായത് ഇത് 100%. അതിൻ്റെ കൂടെ എത്ര കൂട്ടും? ഒരു 8% കൂടി കൂടും അല്ലേ. അതായത് 108% അല്ലേ. എന്തിൻ്റെ 108%? ഈ ഓൾഡ് സാലറിയുടെ 108% അല്ലേ. അപ്പോൾ 108% ഓഫ് ഓൾഡ് സാലറി. അതായത് പഴയ സാലറിയുടെ 108% ഒരു കിട്ടും അല്ലേ. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഓൾഡ് മന്ത്ലി സാലറി എന്ന് എഴുതിക്കും. ഓൾഡ് മന്ത്ലി സാലറി. അപ്പോൾ നമുക്ക് ഇനി എളുപ്പം ചെയ്യാലോ. 108%, ഓൾഡ് സാലറിയുടെ 108%. ഓൾഡ് സാലറി എത്രയാണ്? 30,000 രൂപ. അപ്പോൾ 30,000 ഇൻറ്റു 108%, 108/100. അതൊക്കെ ഈ 2 0 ക്യാൻസൽ ചെയ്യാം. ഇനി അത് വരും 300 × 108 അല്ലേ. അപ്പോൾ 108 × 300 ആണ്. അപ്പോൾ നമുക്ക് 3 കൊണ്ട് ഗുണിക്കുക. അതിനുശേഷം 2 0 ചേർത്ത് കൊടുത്താൽ മതി അല്ലേ. അപ്പോൾ 324ക്ക് 4 ബാക്കി 2, 0 0 2 3. അപ്പോൾ 324 കിട്ടും. അതിൻ്റെ കൂടെ 2 0 ആഡ് ചെയ്യാം. സീക്കട്ടു എത്ര കിട്ടി നമുക്കപ്പോൾ? 32,400 രൂപ. അപ്പോൾ അത് മനസ്സിലായില്ലേ. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം ചെയ്ത് നോക്കാം. എന്താണ് മൂന്നാമത്തെ ചോദ്യം? ഇഫ് ദി ഹൈറ്റ് ആൻഡ് വിഡ്ത്ത് ഓഫ് എ റെക്ടാങ്കിൾ ആർ റെഡ്യൂസ്ഡ് ബൈ 10% ഈച്ച്, ബൈ വാട്ട് പെർസെൻറ്റ് വുഡ് ദി ഏരിയ ബി റെഡ്യൂസ്ഡ്? അതായത് ഒരു റെക്ടാങ്കിളിൻ്റെ, ഒരു ചതുരത്തിൻ്റെ നീളവും വീതിയും 10% കുറയ്ക്കുന്നു അല്ലേ. റെഡ്യൂസ്ഡ് ബൈ 10%, അതായത് 10% കുറയ്ക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഏരിയ എത്ര ശതമാനം കുറയും? അപ്പോൾ നോക്കിയേ, ഒരു ചതുരം, ഇതാണ് നമ്മുടെ ചതുരം. ഈ ചതുരത്തിൻ്റെ ഏരിയ അല്ലേ,
അപ്പോൾ ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, നീളം ഇൻറ്റു വീതി അല്ലേ, അല്ലെങ്കിൽ നമുക്കറിയാം ഉയരം ഇൻറ്റു വീതി, എങ്ങനെ വേണമെങ്കിലും പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് ഹൈറ്റും വിഡ്ത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് ഹൈറ്റും വിഡ്ത്തും തന്നെ കൊടുക്കാം. ഇത് h, ഇത് വിഡ്ത്ത്, അതായത് ഇത് ഹൈറ്റ് ഉയരവും ഇത് വീതിയും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഏരിയ എന്ത് വരും? അപ്പോൾ ഇപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ നീളം വീതിയൊക്കെ കുറക്കുന്നതിന് മുമ്പാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്തെന്ന് എഴുതാം, ഓൾഡ് ഏരിയ, അതായത് പഴയ ഏരിയ, ഓൾഡ് ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ. അതായത് ചതുരത്തിൻ്റെ പഴയ ഏരിയ എത്രയായിരിക്കും? ഇത് h ഉയരം, ഇത് വിഡ്ത്ത് അല്ലേ. അപ്പോൾ നമുക്കറിയാം നീളം ഇൻറ്റു വീതി അല്ലെങ്കിൽ ഉയരം ഇൻറ്റു വിഡ്ത്ത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ഹൈറ്റ് ഇൻറ്റു വിഡ്ത്ത് അല്ലേ, ഹൈറ്റ് ഇൻറ്റു വിഡ്ത്ത്. ഇനി എന്ത് ചെയ്തു, നീളം 10% കുറച്ചു, ഇതിൻ്റെ ഉയരവും 10% കുറച്ചു അല്ലേ, രണ്ടിൽ നിന്നും 10% വെച്ച് കുറയ്ക്കുന്നു അല്ലേ. അതായത് ഇപ്പം ഇതെന്തായി വരും, വിഡ്ത്ത് ഇവിടെ ഇത് 10% കുറച്ചു. അതായത് ഇതിപ്പോൾ 100 നമ്മൾ മുമ്പ് ചെയ്ത അതേപോലെ തന്നെ 100% നിന്ന് എന്ത് കുറച്ചു, 10% കുറച്ചു. അപ്പോൾ ഇത് എത്ര പെർസെൻറ്റേജ് ആയി, 90% ആയി. അതായത് ഈ നീളം അല്ലെങ്കിൽ ഇതിപ്പോൾ വീതി എടുക്കുകയാണെങ്കിൽ വീതി ആദ്യത്തിൻ്റെ 90% ഇത് കുറഞ്ഞു അല്ലേ. അതേപോലെ h ഇതെന്ത് സംഭവിച്ചു, ഇതും 10% കുറഞ്ഞു അല്ലേ. അപ്പോൾ ഇതും എന്തായി മാറി, 100ൽ നിന്ന് 10 കുറഞ്ഞു. അപ്പോൾ ഇവിടെ ഇതും 90% ആയി. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇപ്പോഴത്തെ വീതി അത് വിഡ്ത്ത് 90%, ആദ്യം ഉണ്ടായതിൻ്റെ 90%, ഹൈറ്റോ ആദ്യം ഉണ്ടായിരുന്ന ഹൈറ്റിൻ്റെ 90%. അപ്പോൾ നമുക്ക് എഴുതാം ന്യൂ ഹൈറ്റ്, അതായത് ഇപ്പോഴത്തെ പുതിയ ഉയരം എന്തായി, 90% അല്ലേ, പഴയ ഉയരത്തിൻ്റെ 90% അല്ലേ. അതായത് 90% ഓഫ് ഒറിജിനൽ ഹൈറ്റ് അല്ലെങ്കിൽ ഓൾഡ് ഹൈറ്റ്, ഓൾഡ് ഹൈറ്റ്. അപ്പോൾ നമുക്ക് 90% ഓഫ് ഓൾഡ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് എഴുതാം, 90% എന്ന് പറഞ്ഞാൽ 90/100 അല്ലേ, അതാണ് 100% എന്ന് പറഞ്ഞാൽ. ഓഫ് ഓൾഡ് ഹൈറ്റ്, ഓൾഡ് ഹൈറ്റ് എത്രയാണ്, പഴയ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ h ആയിരുന്നു പഴയ ഹൈറ്റ് അല്ലേ. അപ്പോൾ h, അപ്പോൾ ഇവിടെ ഈ ഓൾഡ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, h, മനസ്സിലായില്ലേ, അതാണ് h. അപ്പോൾ ഇത് നമുക്ക് പുതിയ ഹൈറ്റ് കിട്ടി അല്ലേ. അതേപോലെ നമുക്ക് എന്ത് കാണാം, ഈ വിഡ്ത്ത് മാറിയല്ലോ. അപ്പോൾ നമുക്ക് ന്യൂ വിഡ്ത്ത്, അതായത് പുതിയ വീതി. പുതിയ വീതി എന്ത് വരും, പഴയ വീതിയുടെ 90% അല്ലേ. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ എഴുതാം, എന്ത്, 90% ഓഫ് ഓൾഡ് പഴയ വിഡ്ത്ത്, അതായത് പഴയ വീതിയുടെ 90%. അതായത് 90/100, 90% എന്ന് പറഞ്ഞാൽ 90/100 ഇൻറ്റു ഓൾഡ് വിഡ്ത്ത്. ഓൾഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, W അല്ലേ. അപ്പോൾ ഓൾഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ പഴയ വീതി W ആയിരുന്നു അല്ലേ. അപ്പോൾ W, അപ്പോൾ 90/100 ഇൻറ്റു W. അപ്പോൾ അത് ഓക്കെ അല്ലേ. ഇപ്പോൾ നമുക്ക് പുതിയ ഉയരവും കിട്ടി, പുതിയ വീതിയും കിട്ടി അല്ലേ. അപ്പോൾ നമുക്ക് പുതിയ ഏരിയ പരപ്പളവ് എന്താണെന്ന് അറിഞ്ഞൂടെ, എന്താണ് കണ്ടുപിടിക്കാം അല്ലേ. അപ്പോൾ എഴുതാം ന്യൂ ഏരിയ, അതായത് പുതിയ പരപ്പളവ് എന്ത് വരും, പുതിയ പരപ്പളവ് എന്ന് പറഞ്ഞാൽ നീളം അല്ലെങ്കിൽ വീതി ഇൻറ്റു ഉയരം അല്ലേ. നമുക്കറിയാം ന്യൂ ഹൈറ്റ് കിട്ടിയിട്ടുണ്ട്, എത്ര, 90/100 ഇൻറ്റു h അല്ലേ. ഇതാണ് പുതിയ ഹൈറ്റ് ഇൻറ്റു ന്യൂ വിഡ്ത്ത്, പുതിയ വീതി. എത്രയാണ് പുതിയ വീതി, 90/100 ഇൻറ്റു വിഡ്ത്ത്, പഴയ വിഡ്ത്ത്. എന്നൊക്കെ നമ്മുടെ ഇവിടെ നോക്കിയാൽ ഈ 0 നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം അല്ലേ. അതുപോലെ ഇവിടെയും 0 ഉണ്ട്, ഇവിടെയും 0 ഉണ്ട്, ഇത് ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി എന്ത് വന്നു, 9/10 ഇൻറ്റു h ഇൻറ്റു 9/10 ഇൻറ്റു W അല്ലേ, സീക്വൽ ടു. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം. ഇവിടെ നോക്കിയാൽ ഇതിൻ്റെ അംശങ്ങൾ അല്ലേ. അപ്പോൾ അംശങ്ങൾ ആദ്യം കുറിച്ചിട്ട് 9 ഇൻറ്റു 9 എത്രയാണ്, 9 ഇൻറ്റു 9 81 ബൈ നോക്കിയാൽ 10 ഇൻറ്റു 10 10 ഇൻറ്റു 10 100. അപ്പോൾ ഇത് രണ്ടും കഴിഞ്ഞു അല്ലേ. ഇനി ബാക്കി എന്താ ഉള്ളത്, ഇവിടെ ഒരു h ഉണ്ട്, ഇൻറ്റു W ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ എഴുതാം, ഇൻറ്റു h ഇൻറ്റു W. ഇനി ഇങ്ങോട്ട് നോക്കിയേ, ഇതിൽ നമുക്ക് എങ്ങനെ എഴുതാം, 81/100 എന്ന് പറഞ്ഞാൽ എന്താണ്, 81% അല്ലേ. 81/100 എന്ന് പറഞ്ഞാൽ 81%. അപ്പോൾ
പെർസെൻറ്റേജ് ഇൻറ്റു എച്ച് ഇൻറ്റു ഡബ്ല്യു. അതായത് എച്ച് ഇൻറ്റു ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എന്താണ്? ഉയരം ഇൻറ്റു വീതി അല്ലേ? അതായത് പഴയ ഉയരവും വീതിയും. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടല്ലോ ഓൾഡ് ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ അല്ലേ? എച്ച് ഇൻറ്റു ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ചതുരത്തിൻ്റെ പഴയ ഏരിയയാണ് അല്ലേ? പഴയ പരപ്പളവാണ് എച്ച് ഇൻറ്റു ഡബ്ല്യു എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് എച്ച് ഇൻറ്റു ഡബ്ല്യുവിന് പകരം എന്ത് എഴുതാം? ഓൾഡ് ഏരിയ എന്ന് എഴുതാം അല്ലേ? അപ്പോൾ ഇതാണ് ഓൾഡ് ഏരിയ. അപ്പോൾ 81% ഇൻറ്റു ഓൾഡ് ഏരിയ, അതായത് പഴയ ഏരിയ. അതായത് ഇപ്പോഴത്തെ പുതിയ ന്യൂ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? 81% ഏതിൻ്റെ? ഓൾഡ് ഏരിയ. അപ്പോൾ 81%, 81% ഓഫ് ഓൾഡ് ഏരിയ, അതായത് പഴയ ഏരിയയുടെ 81% പുതിയ ഏരിയ. അപ്പോൾ അത് മനസ്സിലായില്ലേ? പക്ഷെ നമ്മൾ ചോദിച്ചിട്ടുള്ളത് അങ്ങനെയല്ല. ഏരിയ എത്ര ആയിരിക്കുന്നല്ല ചോദിച്ചിട്ടുള്ളത്. എന്താണ്? ബൈ വാട്ട് പെർസെൻറ്റേജ് വുഡ് ദി ഏരിയ ബി റെഡ്യൂസ്ഡ്? എത്ര ശതമാനം കുറയും എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ ആദ്യം 100% ഉണ്ടായിരുന്നത് അല്ലേ? അപ്പോൾ 100% നിന്ന് എന്തായി? 81%. അപ്പോൾ എത്ര ശതമാനം കുറഞ്ഞു? 100 മൈനസ് 81 അല്ലേ? അതായത് 19% ഏരിയ കുറഞ്ഞു. 100% നിന്ന് 81% കുറഞ്ഞു അല്ലേ? അപ്പം 100 മൈനസ് 81 ഈക്വൽ ടു 19. അപ്പോൾ എഴുതാം. സോ ദി ഏരിയ ഈസ് റെഡ്യൂസ്ഡ് ബൈ 90%. ഏരിയ ഈസ് റെഡ്യൂസ്ഡ് ബൈ 90%. അതായത് ഏരിയ പരപ്പളവ് 19% കുറഞ്ഞു. അപ്പോൾ അത് ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് അടുത്ത ചോദ്യം ചെയ്ത് നോക്കാം. എന്താണ് 4ാമത്തെ ചോദ്യം? ഇഫ് ദി ഹൈറ്റ് ആൻഡ് വിഡ്ത്ത് ഓഫ് എ റെക്ടാങ്കിൾ ആർ ഇൻക്രീസ്ഡ് ബൈ 10% ഈച്ച്, ബൈ വാട്ട് പെർസെൻറ്റേജ് വുഡ് ദി ഏരിയ ബി ഇൻക്രീസ്ഡ്? അപ്പോൾ നേരത്തെ ചോദ്യം അതേ ചോദ്യം തന്നെ. പക്ഷെ എന്താണ് വ്യത്യാസം? ആദ്യം 10% കുറഞ്ഞു, അതിന് പകരം ഇപ്പോൾ നീളവും വീതിയും 10% കൂടി അല്ലേ? അപ്പോൾ നമുക്ക് നേരത്തെ ചെയ്ത അതേ സംഭവങ്ങൾ തന്നെ, വേറൊരു വ്യത്യാസവും ഇല്ല. ഇതെന്താണ്? ഇതതിൻ്റെ ഹൈറ്റ് എത്രയായി മാറി? ഹൈറ്റ് 10% കൂടി അല്ലേ? അപ്പോൾ ഇതിപ്പോൾ എന്തായി മാറി? 100 പ്ലസ് 10, അപ്പോൾ 110. ഇനി ഇതിൻ്റെ വിഡ്ത്തോ 10% കൂടി അല്ലേ? അപ്പോൾ 110. അപ്പോൾ ആദ്യത്തെ ഹൈറ്റ് എച്ച് ആണെന്ന് വിചാരിക്കുക, ഇതിൻ്റെ വിഡ്ത്ത് ഡബ്ല്യു. ഇതാണ് ആദ്യത്തേത് അല്ലേ? അപ്പോൾ നമുക്ക് നേരത്തെ ചെയ്ത് അതേപോലെ തന്നെ നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഓൾഡ് ഏരിയ, അതായത് പഴയ ഏരിയ എന്ത് വരും? നീളം ഇൻറ്റു ഉയരം അല്ലേ? അതായത് എച്ച് ഇൻറ്റു ഡബ്ല്യു. ഇതാണ് പഴയ ഏരിയ. ഇനി നമുക്ക് പുതിയ ഏരിയ കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് പുതിയ നീളം കിട്ടണം, പുതിയ വീതി കിട്ടണം അല്ലേ? അപ്പോൾ നമുക്ക് എഴുതാം ന്യൂ ഹൈറ്റ് സീക്വൽ ടു എന്ത് വരും? ഇവിടെ 10% കൂടി അല്ലേ? അപ്പോൾ 110%. അതായത് 110% ഓഫ് ഓൾഡ് ഹൈറ്റ്. അതായത് പഴയ ഉയരത്തിൻ്റെ 110%. ഇനി ന്യൂ വിഡ്ത്ത്, പുതിയ വീതി എത്രയായി? അതും 10% കൂടി അല്ലേ? അതായത് 110% ഓഫ് ഓൾഡ് വിഡ്ത്ത്, അതായത് പഴയ വീതിയുടെ 110% പുതിയ വീതി. അപ്പോൾ ഇവിടെ നോക്കിയാൽ 110% ഓഫ് ഓൾഡ് ഹൈറ്റ് എന്ന് നമുക്ക് അങ്ങനെ പറയാം. 110 നമ്മൾ 110% എന്ന് പറഞ്ഞാൽ 110/100 അല്ലേ? അതാണ് 110% എന്ന് പറഞ്ഞാൽ ഇൻറ്റു ഓൾഡ് ഹൈറ്റ്, പഴയ ഹൈറ്റ് എത്രയാണ്? എച്ച് അല്ലേ? അപ്പോൾ ഇതിനെ നമുക്ക് 110/100 ഇൻറ്റു എച്ച് എന്ന് എഴുതാം. ഇനി 110% ഓഫ് ഓൾഡ് വിഡ്ത്ത്, അതിന് നമുക്ക് എങ്ങനെ എഴുതാം? 110% 110/100 ഓഫ് ഓൾഡ് വിഡ്ത്ത് അല്ലേ? പഴയ വീതി എത്രയാണ്? പഴയ വീതി ഡബ്ല്യു. അപ്പോൾ നമുക്ക് പുതിയ ഉയരവും പുതിയ വീതിയും കിട്ടിയല്ലേ? ഇത് നമുക്ക് പുതിയ ഏരിയ കണ്ടുപിടിച്ചൂടെ? ന്യൂ ഏരിയ എന്താണ്? പുതിയ വീതിയും പുതിയ ഉയരവും തമ്മിൽ ഗുണിക്കുക അല്ലേ? അതായത് 110/100 ഇൻറ്റു എച്ച്, ഇതാണ് പുതിയ ഹൈറ്റ്. ഇനി പുതിയ വിഡ്ത്ത് എത്രയാണ്? 110
ബൈ 100 ഇൻറ്റു ഡബ്ല്യു. അപ്പോൾ നീളം ഇൻറ്റു വീതി. ഇനി നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ അതേ രൂപത്തിൽ ചെയ്ത് നോക്കിയാൽ ഇവിടെ 0 ക്യാൻസൽ ചെയ്യാം അല്ലേ. ഇനി ഇവിടെ ഒരു 0 ഇവിടെ 0 ക്യാൻസൽ ചെയ്തു. ബാക്കി എന്ത് വന്നു? 11/10 ഇൻറ്റു എച്ച് ഇൻറ്റു 11/10 ഇൻറ്റു ഡബ്ല്യു അല്ലേ. അപ്പോൾ മുകളിലുള്ളത് 11 11. അപ്പോൾ 11 ഇൻറ്റു 11 എത്രയാണ്? 121 അല്ലേ. അപ്പോൾ നമുക്ക് 121/10 ഇൻറ്റു 10 100. അപ്പോൾ ഇത് രണ്ടും കഴിഞ്ഞു അല്ലേ. ഇനി ബാക്കി എന്താണ്ട്? ഇൻറ്റു ഇനി എന്താ ഉള്ളത്? എച്ച് ഇൻറ്റു ഡബ്ല്യു അല്ലേ. അപ്പോൾ ഇൻറ്റു എച്ച് ഇൻറ്റു ഡബ്ല്യു. അപ്പോൾ നോക്കിയേ 121/100 പറഞ്ഞാൽ എന്താണ്? 121% അല്ലേ. 121%. ഇനി എച്ച് ഇൻറ്റു ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എന്താ? എച്ച് ഇൻറ്റു ഡബ്ല്യു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓൾഡ് ഏരിയ അല്ലേ. അപ്പോൾ 121% ഓഫ് ഓൾഡ് ഏരിയ. അതായത് പുതിയ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? പഴയ ഏരിയയുടെ 121%. നമ്മോട് ചോദിച്ചിട്ടുള്ളത് വാട്ട് പേഴ്സൻറ്റ് വുഡ് ദി ഏരിയ ബി ഇൻക്രീസ്ഡ്? എത്ര ശതമാനം കൂടിയിട്ടുണ്ടാവും എന്നാണ്. അപ്പോൾ എത്ര ശതമാനം കൂടിയിട്ടുണ്ടാവും? 100 ഉണ്ടായത് എന്തായി മാറി? 121 അല്ലേ. അതായത് 21% കൂടിയത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? സോ ദി ഏരിയ ഇൻക്രീസ്ഡ് ബൈ എത്ര ശതമാനം? 21% അല്ലേ. 21%. അപ്പോൾ 21% കൂടി എന്നിട്ട് എത്രയായി? 121% മാറി. പഴയ ഏരിയയുടെ 121% മാറി. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമുക്കിതിൽ ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിൽ.